ചന്ദ്ര പവിത്രൻ. ചന്ദനക്കുട്ടി എന്നാ വിശേഷം? ഒന്നും പറയില്ല, അതാ പ്രശ്നം. ആ പല്ല് പോയത് കൊണ്ട് മൂക്ക് സംസാരിക്കാൻ പറ്റും. പല്ല് പോയെന്ന് റേഡിയോയിൽ പറയണ്ടായിരുന്നു, എല്ലാരും അറിഞ്ഞില്ലേ? അതുകൊണ്ട് എന്താ എത്ര ബോയ്സ് മോക്കാരാ ഫ്രണ്ട്സ്? ബോയ്സ് ആണോ ഗേൾസ് ആണോ? ഗേൾസ് ആണോ? ബോയ് ഫ്രണ്ട് ആരുമില്ല? ഇല്ല. നിങ്ങൾക്ക് രണ്ട് രീതിയിലുണ്ടല്ലോ, ഫ്രണ്ട് ബോയ് ഫ്രണ്ടാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ചെറിയ കുട്ടികളൊക്കെ മലയാളത്തിൽ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ബോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതിയല്ലോ. മോള് താമസിക്കുന്നിടത്ത് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? ബോയ്സ് ഫ്രണ്ട്സ് ഇല്ലേ? ചെറിയ വിഷമം കണ്ടോ? ചെറിയ വലിയ വീട്ടിലാരുമില്ല. അവരൊക്കെ ചേട്ടന്മാരല്ലേ? ചേട്ടന്മാരല്ലേ? ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് നെഹല. പാടുവോ? രണ്ടാ പേരും കൂടി ഗ്രൂപ്പ് സോങ് ഒക്കെ പാടുവോ? ഡേറ്റ് സോങ് ഒക്കെ പാടുവോ? ഇല്ല. ആണെന്നോ? ഇല്ലെന്നോ? ചന്ദ്രനൊന്നും കേൾക്കാൻ വയ്യ. ചന്ദ്രനെ സോങ് ഒറ്റയ്ക്ക് പാടും അല്ലേ? ഓക്കെ ചന്ദന, ഇന്ന് ഏത് സോങ്ങാ? ഏത് ലാംഗ്വേജ്? ആയിക്കോട്ടെ, പക്ഷെ പല്ലില്ലെന്ന് പറയണ്ടായിരുന്നു. ചന്ദന വിഷമമായോ ചന്ദനക്ക്? പല്ല് വരുമല്ലേ അല്ലേ? പല്ല് വരൂല്ലേ? പിന്നെ അപ്പൊ നല്ല ഭംഗിയായിരിക്കും ചന്ദനക്കാണ് ചക്കപ്പല്ലൊക്കെ വെച്ചിട്ട്. അതൊക്കെ കൊടുത്തിരിക്കുക. കുട്ടികളെന്ന് പറയും. മോള് വേറൊരു കുട്ടിക്കാണ് ഇതുപോലത്തെ സിറ്റുവേഷനൊക്കെ ദേഷ്യം വരുമ്പോ ആ കുട്ടിയെ മോളെന്താ വിളിക്കുക? നിങ്ങളുടെ നാട്ടിലെ സ്റ്റൈലിൽ, കണ്ണൂർ സ്റ്റൈലിൽ ഒന്നും അങ്ങനെ ഒന്നും സംസാരിക്കാൻ അറിയില്ല ചന്ദനയ്ക്ക്. ചന്ദന വളരെ പതുങ്ങിയ ഒരു കുട്ടിയാണ്. ഓക്കെ, ചന്ദ്രയുടെ പെർഫോമൻസ് നമ്മൾ കേൾക്കുമ്പോഴാണ് ചന്ദ്രൻ മിടുക്കിയാണ്, ചന്ദ്ര പ്രവർത്തകൻ മിടുക്കി കുട്ടിയാണ് ആ സ്കൂളിൽ എന്ന് മനസ്സിലാവുക. ഓൾ ദി ബെസ്റ്റ് ചന്ദ്ര. जो गन्ने की
അബുദാബി അതൊക്കെ ഒരു സോങ് അല്ലേ? ഒരുപാട് നൊസ്റ്റാൾജിയുള്ള ഒരു സോങ് ആണ് കേട്ടോ. രണ്ട് പല്ല് ഫ്രണ്ടിലില്ലെന്ന് പറയത്തില്ലായിരുന്നു. അതൊരു കുറവായി ഞാൻ ആ രണ്ട് പല്ല് കുറവുണ്ട്. ഏതൊക്കെ വേർഡ്സിനകത്ത് നിന്നാണ് ഈ മഴ പെയ്ത് കൊണ്ടുപോകുന്ന പോലെ കാറ്റടിച്ച് കൊണ്ടുപോകുന്നതെന്ന്. ഒന്നാമത് മഴയുള്ള വിഷയം, പ്രതിപാദ്യ വിഷയം. സാവനൊക്കെ ഇത്തിരി സഹായകം പോയോ എന്ന് നോക്കിയതൊന്നും പോയില്ല. പീക്കി പീക്കി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ചന്ദ്ര പാടിയിട്ട്? ചന്ദ്രനെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? ചന്ദൂന്ന്. ആണോ? ചന്ദൂന്നല്ലേ? ആണോ? അല്ല വേറെ എന്തെങ്കിലും ആണോ? പറയൂ. പറയാ ചന്ദനാണോ? ചന്ദനാണോ? കണ്ടോ ഞാൻ പറഞ്ഞു. ഹായ് നല്ല കേട്ടോ. സ്നേഹം തോന്നുമ്പോ പൊന്നു അങ്ങനെ എന്തെങ്കിലും. അതെങ്ങനെയാ മോക്കറിയാം അത് സ്നേഹം തോന്നിയിട്ടാണ് വിളിക്കുന്നതെന്ന്? രണ്ട് പല്ലിനകത്ത് എഫ് പോയതാ. സ്വപ്നത്തിന്റെ എഫ് കാറ്റടിച്ച് വരും. അതേപോലെ ആ രണ്ട് പല്ലില്ലെങ്കിൽ പാട്ടിലത് മാക്സിമം പോകാതെ നോക്കി, കാറ്റ് പോകാതെ നോക്കി. ചന്തു എന്ന് വിളിക്കുന്നത് കോമൺ ആയിട്ട് എല്ലാവരും അടുത്ത റിലേറ്റീവ്സ് ഒക്കെ മോളെ ചന്തു എന്നാ വിളിക്കുന്നത്. പിന്നെ പൊന്നൂരെ വിളിക്കും. അച്ഛനും അമ്മയ്ക്ക് മാത്രമേ സ്നേഹമുള്ളൂ. നമുക്കൊക്കെ സ്നേഹം കേട്ടോ, നമ്മുടെ ബിസിനസിനൊക്കെ സ്നേഹം. അതുകൊണ്ട് അവര് മാർക്ക് തരാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. ചെയ്തത് മോഡൽ സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യുക, ചന്ദന എന്ന് ടൈപ്പ് ചെയ്യുക, മാർക്സ് കൂടെ ചേർത്ത് അയക്കുക 7005 എന്ന നമ്പറിലേക്ക്. ചന്തു അല്ല പൊന്നൂന്ന് വിളിക്കല്ലേ? നമുക്ക് സ്നേഹം അല്ലേ? സ്നേഹം പൊന്നൂന്ന് വിളിക്കുക. മോക്ക് വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില് അച്ഛനും അമ്മയും അല്ലാതെ? ആണോ? ബ്രദേഴ്സും സിസ്റ്റേഴ്സ് ആരും ഇല്ല? ബ്രദർ ഉണ്ട്, ഇപ്പൊ നാട്ടില. എന്ത് ചെയ്യുന്നു? കോളേജ് പഠിക്കാണ്. ബ്രദറിന്റെ പേരെന്താ? രാഹുൽ. രാഹുൽ എന്തിനാ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് പഠിക്കല്ലേ? ഓക്കെ. അപ്പൊ മോൾക്ക് വാരിക്കോരി നമ്മുടെ ലിസണേഴ്സ് മാർക്ക് തരട്ടെ. സെറിലെ പറഞ്ഞതുപോലെ 7005 എന്ന നമ്പറിൽ ദ മോഡൽ സ്കൂൾ ചന്ദന എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് തരേണ്ടത്. അപ്പൊ ഇനി ജഡ്ജസിലേക്ക് പോവാം. ജഡ്ജസ് ഈ പാട്ട് എങ്ങനെ ആസ്വദിച്ചു എന്ന് നമുക്ക് തിരക്കാം അല്ലേ? തീർച്ചയായിട്ടും. ആദ്യം വിദ്യാധരൻ മാസ്റ്റർ. ചന്ദ്രമോൾ, ചന്ദ്രക്കുട്ടി 4ാം ക്ലാസ്സുകാരി. എന്തൊരു നല്ല മിടിക്കുക, എന്തൊരു ജ്ഞാനമാണ്. ഗംഭീരായി മോള് പാടിയത്. എല്ലാ വെറൈറ്റി പാട്ടുകളും പാടാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. മോളുടെ പാട്ട ഹിന്ദി എന്ത് മനോഹരമായിട്ട് മോള് പാടിയത്. നല്ല സുഖമുണ്ടായിരുന്നു. അപ്പൊ ഇനി എല്ലാ പാട്ടുകളും പാടാൻ ശ്രമിക്കണം. ഇതേപോലെയുള്ള പാട്ടുകൾ മാത്രമല്ല, മെലഡികളും ഈ താളമുള്ള ഈ ടൈപ്പ് പാട്ടുകളും എല്ലാം പാടണം. ഇത് വളരെ നന്നായിരുന്നു. നല്ല സുഖമുണ്ട്. മോൾക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ. അപ്പൊ നല്ലോണം ശ്രമിക്കുക. സംഗീതത്തെ നന്നായിട്ട് മനസ്സിലാക്കി പാടാം. ഈ പ്രായം മുതൽ തുടങ്ങിയാൽ അങ്ങേറ്റം വരെ മിടുമിടിക്കായിട്ട് പോവാൻ ഒരു ചന്ദന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പാട്ട് നിങ്ങൾ കേൾക്കൂ എന്ന് പറയിപ്പിക്കണം. അത്ര നല്ല നിലവാരത്തിൽ നമുക്ക് പറഞ്ഞു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിദ്യാധരൻ മാസ്റ്റർ. ഇനി സിതാരയാണ് പൊന്നുവിന്റെ ഈ പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. സിതാര. ചന്ദനക്കുട്ടി എന്താ ഞാൻ പറയാ, അസലായിട്ട് പാടി. ശരിക്കും ഭയങ്കര ഭംഗിയായിട്ട് പാടി. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും ഭംഗിയായിട്ട് പാടി. ഇനിയിപ്പം ഇനിയിങ്ങനെ കുറേ സമയം കിടക്കുകയാണ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ. എത്രയോ സമയമുണ്ട് മുന്നില്. അപ്പം മോളൊരു വണ്ടർഫുൾ പെർഫോമറായിട്ട്, നല്ലൊരു പാട്ടുകാരിയായിട്ട് അത് കാണാൻ പറ്റും എന്ന് ഉറപ്പാണ്. അടുത്ത റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടട്ടെ എന്ന് ഞാൻ സിൻസിയർ ആയിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിതാര. ഇനി നാദൃഷാണ് പാട്ടിനെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നത്. മാർക്സ് നൽകുന്നത് മാർക്സ് പക്ഷേ ഹിഡൻ മാർക്സ് ആണ് അല്ലെ? പിന്നീട് അറിയിക്കുള്ളൂ. ചന്ദനക്കുട്ടി ചക്കരക്കുട്ടി കേട്ടോ. ഒരു കാര്യം ഉറപ്പുണ്ട്, ചന്ദന എന്ന പ്ലേ ബാക്ക് സിംഗർ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. ഗംഭീരായിട്ട് പാടി മോളെ. പൊന്നു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? മൊബൈലുണ്ടോ ഫ്രണ്ട്സിനൊക്കെ? ഇല്ല, 4th പഠിക്കുന്നല്ലേ ഉള്ളൂ. ഇല്ല അല്ല ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ SMS അയക്കാൻ പറയാലോ. ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ അവര് പറയുന്നതിന് മുമ്പേ അതുകൊണ്ടോ 4th പഠിക്കുന്നല്ലേ ഉള്ളൂ. ഒരു 3rd ആവുമ്പോഴത്തേക്ക് കിട്ടും അല്ലേ? അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഏത് ക്ലാസ്സിലാകുമ്പോൾ പഠിച്ചിട്ടാന്ന് അച്ഛൻ പറഞ്ഞേ? മൊബൈലോട്ടോ പറ്റും, ഗെയിം കൊണ്ടോ പറ്റും? ഒന്നും പറ്റല്ലേ? ചില സ്കൂളില് ടാബ്ലറ്റ് ഒക്കെ കൊണ്ടുപോകാൻ പറയുന്നത്. പഠിക്കുന്നതല്ല, ഗെയിംസ് കളിക്കുന്നത്. ഗെയിംസിൽ ടാബ്ലറ്റ് ഏത് ഗെയിം ഏറ്റവും ഇഷ്ടം? ബ്രദർ വരുമ്പോ രാഹുൽ വരുമ്പോ ഏത് ഗെയിം അടുത്ത് കളിക്കുന്നത്? പെട്ടെന്ന് പറ. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവിധ വിജയാശംസകളും നേരാം നമ്മുടെ പവിത്രൻകുട്ടിക്ക്. അപ്പൊ പൊന്നുവിന് ഓൾ ദി ബെസ്റ്റ്. അച്ചീവബിൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഈ എപ്പിസോഡ് ഇവിടെ